അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അൻവാറെ ഫജറിൻ്റെ കുടുംബം ഇരുലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് കമൻറ്റിൽ സന്തോഷം പറയുക, ദുആ ചെയ്യാൻ പറയുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കൽബ് നിറച്ച് ദുആയാണ് ഉസ്താദെ, കമൻറ്റിലൊന്നും വരാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള പ്രായമുള്ള ഒട്ടനവധി ആളുകൾ, എല്ലാവർക്കും അള്ളാഹു ഇരുലോക സന്തോഷം ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൻവാറെ ഫജറിൻ്റെ ഫാമിലിയിൽ, കുടുംബത്തിൽ ഒട്ടനവധി സഹോദര സഹോദരിമാർ, ഉമ്മ ഉപ്പമാർ ഭാഗവാക്കാണ്. ഒരുപാട് മസ്അലകൾ, ഒരുപാട് ദീനിൻ്റെ ഉലൂമുകൾ ഞങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഉസ്താദെ. വലിയ സന്തോഷമായി. ഞങ്ങളുടെ ജീവിതത്തിൽ, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വച്ചിരിക്കുന്നു, സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി ഉമ്മമാരുടെ ഉപ്പമാരുടെ വോയിസ് അല്ലെങ്കിൽ മെസ്സേജ്, കമൻറ്റ് ഇതൊക്കെ നമ്മൾ കാണുന്നവരാണ്. അള്ളാഹു അവർക്കും നമുക്കും ഇരുലോക വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അക്കൂട്ടത്തിൽ ഒരുപാട് സഹോദരന്മാർ, ചെറുപ്പക്കാർ അല്ലെങ്കിൽ സഹോദരന്മാർ നമ്മളോട് ആവർത്തി ചോദിച്ച ഒരു ചോദ്യമാണ്, ഉസ്താദെ, ഭാര്യ നിർബന്ധിപ്പിച്ചാൽ നമ്മുടെ നരച്ച മുടിക്ക് കറുപ്പ് ചായം കൊടുക്കുന്നതുകൊണ്ട്, ഡൈ ആക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം എവിടെയോ ആരോ പറഞ്ഞെന്ന് കേട്ടു, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മുടി കറുപ്പിക്കാം, ഡൈ ചെയ്യാം എന്ന് കേട്ടു. ശരിയാണോ? ഇസ്ലാമിക മാനമെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാച്ചുറലായി, കെമിക്കൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സംഗതിയല്ല, നാച്ചുറലായി നമ്മൾ ചില പച്ച ഇലകളോ അല്ലെങ്കിൽ ചില മരുന്നുകളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ, അങ്ങനെ അത് ബ്ലാക്ക് കറുപ്പ് കളറാകും. അങ്ങനെ നമുക്ക് ഒരു നാച്ചുറൽ റെമഡി റെഡിയാക്കിയിട്ട് നമുക്ക് അതുകൊണ്ട് ഡൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അപ്പോൾ വെള്ളം ചേരുന്നതിനെ തടയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വെള്ളമൊക്കെ ചേരും, കുഴപ്പമൊന്നുമില്ല. ആ കറുപ്പ് ചായം വരും, നാച്ചുറലാണ് സംഭവം. അങ്ങനെ ആക്കുന്നുണ്ട് വിരോധമുണ്ടോ? കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിളായ ബ്ലാക്ക് ഹന്ന എന്ന പേരിൽ, അതായത് മൈലാഞ്ചിയാണെന്നാണ് പറയുന്നത്, പക്ഷേ കറുപ്പാണ്, കറുത്ത മൈലാഞ്ചി, അത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? കുറേ ആളുകൾ അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ മസാല അറിയാത്തതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ ഇസ്ലാമിക മാനം എന്ത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഇനി വേറൊരാളോട് ചോദിക്കേണ്ടി വരാത്ത തരത്തിൽ വളരെ ചുരുങ്ങിയ വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രായമാകും തോറും, അതായത് ചെറുപ്പക്കാരല്ല, പ്രായം കുറച്ച് മുകളിലേക്ക് പോകും തോറും നമ്മുടെ ശരീരത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിരിക്കുന്ന ഒരു ഹോർമോണിൻ്റെ സംവിധാനം, മറ്റു പ്രവർത്തനങ്ങളൊക്കെ കാരണമായിട്ട് മുടികൾക്ക് വെളുത്ത നിറം വരാൻ തുടങ്ങും. ചെറുപ്പകാലം മുതലേ കറുത്തിരുന്ന മുടികളാണ്, താടിരോമങ്ങളാണ്, അത് വെളുത്തു വരാൻ തുടങ്ങും, നര ബാധിക്കാൻ തുടങ്ങും. അത് ഒരു പ്രായത്തിൻ്റെ ഒരു പക്വത അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഒരു ഏജിൻ്റെ സമയത്ത് കയറി വരുന്നതാണ്. അപ്പം അകാല നര സർവ്വസാധാരണമായി കൊച്ചുമക്കളുടെ വരെ മുടി നരയ്ക്കുന്ന പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവിടെ മുടി നരച്ചു, ഇനി നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ട, മരുന്ന് വേണ്ട എന്ന് കരുതി പോകണ്ട, അതിനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അവിടെ എന്താണോ നമുക്ക് ശരീരത്തിന് കുറവ് സംഭവിച്ചത്, ഹോർമോൺ വ്യത്യാസങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട പോഷകങ്ങൾ എവിടെയാണ് കുറയുന്നത്, അതൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇപ്പം നമ്മൾ പറയുന്നത് പ്രായമായിട്ട് കയറി വരുന്ന നരയുണ്ടല്ലോ, സർവ്വസാധാരണമായി ആ ഒരു നര ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാമിൽ മുസ്ലിമായിക്കെ നര ബാധിക്കുക, അതിന് വല്ലാത്തൊരു ബഹുമാനവും ആദരവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഭിമാനത്തോടെ കാണണം. അങ്ങനെയുള്ള ആളുകൾ ഒട്ടനവധിയുണ്ട്. ഇവിടെ അവ്വലുമൻ തശയ്യബ ഇബ്രാഹിം റളിയല്ലാഹു തആല, ആദ്യമായിട്ട് നര ബാധിച്ചത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. അതിനു മുമ്പ് നര എന്ന് പറയുന്ന പ്രശ്നമില്ല, അതിന് ശേഷമാണ് നര ബാധിച്ചു തുടങ്ങിയത്. ഇബ്രാഹിം നബി മുതലാണ്. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്ന ആ ഉള്ളിൽ നിന്ന്, പഠിച്ചവനെ ഇബ്രാഹിം നബിക്ക് മുമ്പ് ജീവിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ 100 കൊല്ലം ജീവിച്ചാലും 1000 കൊല്ലം ജീവിച്ചാലും നടക്കൂലല്ലോ. പക്ഷെ അത് മോശമല്ല എന്നായി പറയുന്നത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നോക്കുമ്പോൾ അവിടുത്തെ ചില മുടി താടിയുടെ രോമങ്ങൾ നരച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടുണ്ടാകാണല്ലോ, ഇതിൻ്റെ ഒരു മുമ്പ് അങ്ങനെ ഒരു ശൈലി കണ്ടിട്ടില്ല. അപ്പോൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഇതെന്താ സംഭവം, വല്ല പ്രശ്നമാണോ, രോഗമാണോ, എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അള്ളാഹു പറയുന്നത്, അഅ്തൈതുക വഖാറ,
നിങ്ങളുടെ പ്രായത്തിൻ്റെ ഒരു ഏജിലേക്ക് കിടക്കുമ്പോൾ പ്രായത്തിൻ്റെ ഒരു ബഹുമാനം, ആദരവ്, സ്റ്റാൻഡേർഡാണ്, സ്ഥാനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നമ്മൾ പറയുന്ന പോലെ നമ്മളാണ് എന്ത് പറയും? അള്ളാഹുവേ, ആ നര അല്ലെങ്കിൽ മുടി വെളുപ്പ് നിറമാവുക, നര ബാധിച്ചുകൊണ്ടുള്ള വക്കാറൊന്നും എനിക്ക് വേണ്ട, ആ പ്രൗഢിയൊന്നും വേണ്ട, അതല്ലാത്ത മതി നമ്മൾ പറയും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അത് പ്രായത്തിൻ്റെ ഒരു ബഹുമാനമാണെന്ന് പറഞ്ഞപ്പോൾ സിദ്നി വഖാറ, എന്നാൽ എനിക്ക് അത് അധികരിപ്പിച്ചു കൊണ്ടാ പഠിച്ചോനെ ആ ഒരു പിന്നെ ബഹുമാന ആദരവ് കൂട്ടിത്തരവ് എന്ന് അള്ളാഹിനോട് ദ്വാരക്കുന്നുണ്ട്. ഫലമാ അസ്ബഹ, പിറ്റേ ദിവസം പ്രഭാതത്തിലായപ്പോൾ അമ്മഹു ഷൈബു, കംപ്ലീറ്റ് നരച്ചുപോയി. നര ചോദിച്ചു വാങ്ങിയെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മഹാൻ. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്ഥാനം ആർക്കാ? സയ്യിദുനാ ഇബ്രാഹിം. മൂസ നബിക്കല്ല, ഈസ നബിക്കല്ല, സുലൈമാൻ നബിക്കല്ല, നൂഹ് നബിക്കല്ല, പിന്നെ ആർക്കാ? സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അപ്പോൾ അത്ര വലിയ മഹാനാണ്. ആ മഹാനുഭാവൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ മുസ്ലിമായിരിക്കും ഒരാൾക്ക് നരബാധിക്കുക. ഹദീസിലൊക്കെ കാണുന്നുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഒക്കെ കൊണ്ടുവരുന്ന ഹദീസിൽ കാണുന്നുണ്ട്, മൻ ശാബ ശൈബത്തൻ ഫിൽ ഇസ്ലാമി കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹു വെളിച്ചമായി കൊടുക്കുന്നു. ഒരു മുസ്ലിമായിരിക്കും ഒരാൾക്ക് നരബാധിച്ചാൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ ആ നര കൊണ്ട് വെളിച്ചം, ഖിയാമത്ത് നാളിൽ വെളിച്ചം അള്ളാഹു കൊടുക്കും, വിജയം കൊടുക്കാൻ കാരണമാകും എന്ന ഹദീസിൽ കാണാം. അപ്പോൾ മനസ്സിലായി, നരബാധിക്കുക എന്ന് പറയുന്നത് അതായത് പ്രായമായ അകാല നരകല്ല, പ്രായവും പക്വതയാകുമ്പോൾ ഉള്ള നരബാധിക്കൽ, അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകുന്ന ഒരു നൂറും ഒരു വഖാറുമാണ്, സ്ഥാനവുമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ നരബാധിച്ചത് അങ്ങനെ തന്നെ വെളുത്ത മുടിയായി നര അങ്ങനെ തന്നെ വെളുപ്പ് കളറിൽ കൊണ്ടു നടക്കണമെന്നാണോ ഇസ്ലാം പറയുന്നത്? അങ്ങനെ നടക്കുന്നുണ്ട്, വിരോധമില്ല. എന്നാൽ അങ്ങനെ കൊണ്ടു നടക്കുന്നതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടുന്നത്, ഒന്നുകൂടെ സുന്നത്തിൻ്റെ സവാബ് കൂലി കൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ നരബാധിച്ച മുടിയെ കറുപ്പല്ലാത്ത, ബ്ലാക്ക് അല്ലാത്ത ഏത് കളർ കൊണ്ടും ചായം കൊടുക്കാവുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കൽ പ്രത്യേകിച്ച് സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് ദീൻ സംസാരിക്കുന്നുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ കറുപ്പ് ചായം കൊടുക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കോമണായിട്ട് നോക്കിയാൽ ഹറാമാണ്, അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. ആ ഒരു അവസ്ഥ നമ്മൾ തുടരുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ ഹറാമ് ചെയ്ത കൂലി നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഹറാമിൽ തന്നെ നമ്മൾ നിലകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിൻ്റെ വെറുപ്പിലും തിന്മയിലും ഭയങ്കര കുറ്റമായി നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് കറുപ്പ് ചായം കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗൗരവമുള്ള വിഷയമാണ്. ഷാഫിഈ മദ്ഹബിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുഅ്തമദായിട്ട് പറയുന്നുണ്ട്, നര കറുപ്പ് ചായം കൊടുക്കൽ അത് അനുവദനീയമല്ല എന്ന് മാത്രമല്ല ഹറാമാകുന്നു, കുറ്റം കിട്ടുന്ന കാര്യമാകുന്നു എന്ന് നമുക്ക് കാണാം. മുടിക്ക് കറുപ്പ് ചായം കൊടുക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഹദീസ് കിതാബിൽ കാണാം. എന്താ ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഖൗമുൻ ഫി ആഖിരിസ് സമാൻ. ഖിയാമത്ത് നാളിനോട് ചേരുമ്പോൾ ആഖിർ സമാന്റെ കാലം, അത് ഏതാ കാലം? നമ്മുടെ കാലം, നമ്മൾ പ്രസന്റായ കാലം ആഖിർ സമാന്റെ കാലമാണ്. ഈ കാലത്തിലേക്ക് വരുമ്പോൾ ഹദീസിൽ പറയുന്നത് യഖ്ലബൂന ബിസ്സവാദി, കറുപ്പ് കൊണ്ട് അവരുടെ തലക്കും താടി രോമങ്ങൾക്കും തലരോമങ്ങൾ മുടിക്കൊക്കെ ചായം കൊടുക്കുന്ന ആളുകൾ രംഗപ്രവേശനം ചെയ്യും. ഇന്ന് സർവ്വസാധാരണമാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പോലും, എത്രയോ ഉസ്താദുമാരെ പോലും പ്രിയപ്പെട്ടവരെ നമ്മളുടെ അറിവിൽ തന്നെ പള്ളിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്താ കാരണം? മുടിക്ക് കറുപ്പ് ചായം കൊടുക്കുന്നവരായിരുന്നു. അത് ഒരുപക്ഷെ അവർ നാച്ചുറലായി പ്രകൃതിപരമായി ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് നമ്മിൽ ചില ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ടാകാം. അല്ലെങ്കിൽ കുറേ ആളുകൾ ബ്ലാക്ക് ഹന്ന, മൈലാഞ്ചിപ്പൊടിയാണ് അല്ലെങ്കിൽ മൈലാഞ്ചിയാണ് എന്ന രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന ചില പൗഡറുണ്ട്, അത് തേച്ചിട്ട് മൈലാഞ്ചിയാണല്ലോ, വിരോധമല്ലല്ലോ, കറുപ്പ് നിറായതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് വിചാരിച്ചിട്ടാകാം. എങ്ങനെയോ അബദ്ധത്തിൽ പെട്ടുപോയി, അവർക്ക് പോലും ഈ പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മഹലിന് നേതൃത്വം കൊടുക്കുന്ന, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗൗരവം കൊടുക്കേണ്ടത്. മുടി ഇങ്ങനെ എത്ര പ്രായമായാലും ചെറുപ്പക്കാരെ പോലെ ഒരു ദീൻ്റെ ഭാഷയിൽ ഒരു കബളിപ്പിക്കലാണ്.
അവരിങ്ങനെ എപ്പോഴും പുതിയാപ്പിളയെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഖജാൻജിയാണ്, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ മെമ്പറാണ്. ഒരു ഉമ്മത്തിന്, ഒരു മഹല്ലത്തിന് നേതൃത്വം കൊടുക്കാം. അവരെ കണ്ടിട്ട് ബാക്കിയുള്ളവർ പഠിക്കണം. അങ്ങനെയുള്ള ആളുകൾ ആ പണിക്ക് നിൽക്കുകയാണെങ്കിൽ മാന്യമായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ആളുകൾ ആരും തള്ളി കയറ്റുമൊന്നുമില്ല, എനിക്ക് പറ്റില്ല, സൗകര്യം, ഞാനതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നവരായിരിക്കും അതിൻ്റെ യോഗ്യർ. ഞാനാകാം എന്ന് പറയുന്നവർ ഒരിക്കലും യോഗ്യരാകില്ല. ഞാൻ കോമൺ ആയിട്ട് പറയാം. ഏതായിരുന്നാലും അത്തരം അബദ്ധങ്ങളിൽ ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആലിമീങ്ങളുടെ നേതൃത്വം ആര് വന്നാലും അവരോട് മാന്യമായ ഭാഷയിൽ പറയണം, ഈ പണി പറ്റില്ല, അത് നിങ്ങൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരുപാട് കേമന്മാർ, പള്ളിയിലെ ഉസ്താദുമാർ ഒരു പക്ഷേ അതിൻ്റെ ഗൗരവം ഉണർത്തി കൊടുത്താൽ ഈ മുസ്ലിയാരെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത കളി. ഇതൊക്കെ എമ്പാടും പല സ്ഥലങ്ങളിലും പലർക്കുള്ള അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഗൗരവമേറിയ പ്രശ്നത്തിലേക്ക് മുസ്ലിമീങ്ങൾ പോകാൻ പാടില്ല. മുസ്ലിമീങ്ങളോടാണ് വർത്താനം. അവർ പോകാൻ പാടില്ല. യഹ്ലബൂന ബിസ്സവാദി, അവർ താടിരോമങ്ങളും മീശയും അവരുടെ മുടിയുമെല്ലാം കറുപ്പ് ചായം കൊടുക്കുന്നവരാണ്. അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? ലാ യജിദൂന റായിഹത്തൽ ജന്ന. 500 വർഷക്കാലം നമ്മൾ യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും കിലോമീറ്റർ, ആയിരക്കണക്കിന് 10,000കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് സ്വർഗത്തിൻ്റെ വാസന അടിക്കും. സ്വർഗത്തിൽ പോകണ്ട, അത്ര കിലോമീറ്റർ അപ്പുറം വാസന ഉണ്ടാകും. സ്വർഗത്തിൻ്റെ സുഗന്ധം, പെർഫ്യൂം, അതിൻ്റെ പരിമളം അതുപോലും ഈ ചങ്ങാതിമാർക്ക് കിട്ടില്ല എന്ന് നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയമാണ്. ഹദീസിൽ അബൂദാവൂദ് തങ്ങളൊക്കെ സംസാരത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന കൊണ്ടുവരുന്ന ഹദീസിൽ കാണുന്നുണ്ട്, മൻ ഖലബ ബിസ്സവാദി സവ്വദല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ. ഒരാൾ കറുപ്പ് നിറം കൊണ്ട്, അത് എന്ത് പ്രൊഡക്റ്റും ആകാം, വെള്ളം ചേരാതിരിക്കാം, അത് ഏത് പ്രൊഡക്റ്റ് കൊണ്ടാകാം, കറുപ്പ് നിറം വന്നാൽ, ഷെയ്ഡ് വന്നാൽ, അത് നാച്ചുറലാകാം, അൺനാച്ചുറലാകാം, അത് പിന്നെ വെള്ളം ചേരുന്നതാകാം, ചേരാത്താകാം, ഏത് രീതിയാണെങ്കിലും കറുപ്പാണോ നിറം വരുന്നത്, എന്നാൽ സവ്വദല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത്തരക്കാരുടെ മുഖം കരിക്കട്ട പോലെ കറുത്തുണ്ടാവും. കുറേ ആൾക്കാരുടെ മുഖം ഇങ്ങനെ കരിക്കട്ട വാരി തേച്ചതുപോലെ കറുപ്പ് ഖിയാമത്ത് നാളിൽ ഭയങ്കരമായ നാണം കെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവും. എന്താ കാരണം? മൻ ഖലബ ബിസ്സവാദി, കറുപ്പ് ചായം മുടിയിലും താടിയിലും വിശയിലൊക്കെ കൊടുത്ത ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റിയ, മുസ്ലിമീങ്ങൾക്ക് പറ്റിയൊരു ഏർപ്പാടല്ല ഈ ഒരു അവസ്ഥ. ഇവിടെ വെള്ളം ചേർന്നാലും ഇല്ലെങ്കിലും ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, വെള്ളം ചേർന്നതിന് തടസ്സമില്ലാത്ത സംഗതിയാണ് ഉസ്താദേ എന്ന്, അല്ലെങ്കിൽ സംഗതിയാണെന്ന് പറയാറുണ്ട്. വെള്ളം ചേരട്ടെ ചേരാതിരിക്കട്ടെ, കറുപ്പ് ഷെയ്ഡ് വന്നാൽ ഹറാമാകും. ഇനി നാച്ചുറൽ ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ ഗുണഫല ദോഷങ്ങൾ മറ്റുണ്ടാകാം. അൺനാച്ചുറലൊക്കെ ആകുമ്പോൾ, കെമിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ. അതേപോലെ ബ്ലാക്ക് ഹന്ന എന്ന പേരിലാണ് ലേബൽ വരുന്നത്. എന്ത് മണ്ണാങ്കട്ട പേരിൽ വന്നാലും ഷെയ്ഡ് ബ്ലാക്ക് ആണോ, തീർച്ചയായും ഇസ്ലാം അതിനെ ഹറാമായിട്ട് പാടില്ല, മാറ്റി നിർത്തണം എന്ന് പറയുകയാണ്. ഒരു കളങ്കണ്ട അവിടെ. ആ പ്രായത്തിനെ അല്ലെങ്കിൽ നരയെ മറച്ചു വെച്ച് ബാക്കിയുള്ള ആളുകളെ ആ കളങ്കത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ്. എത്ര മനോഹരമാണ്. ഇനി ഏത് ഷെയ്ഡ് കൊടുത്താലും നര ബാധിച്ചു എന്ന് ബോധ്യപ്പെടുമല്ലോ. കറുപ്പാകുമ്പോൾ ഒരു മറച്ചു വെക്കലാണ് അവിടെ, ഹൈഡ് ചെയ്ത് വെക്കുക. അതല്ല വേണ്ടത്. അപ്പോൾ പ്രശ്നം എവിടെയാണ്? പ്രശ്നം കറുപ്പിലാണ്. പിന്നെ വെള്ളം ചേരാത്ത അവസ്ഥ വന്നാൽ പിന്നെ നമ്മുടെ ഉളു ശരിയാകില്ല, നമ്മുടെ കുളി ശരിയാകില്ല. വലിയ ശുദ്ധിയാകുമ്പോൾ കുളി ശരിയാകില്ല. അപ്പോൾ നിസ്കാരം, അതേപോലെ തന്നെ ഖുർആൻ തൊടൽ, പള്ളി കയറൽ, ഇതൊക്കെ വമ്പൻ ഹറാമാകും. വലിയൊരു ഹാജിയരാണ്, നാട്ടുകാർക്ക് മുഴുവൻ സുസമ്മതനാണ്. അല്ലെങ്കിൽ അയാൾ സാമൂഹിക പ്രവർത്തകനായിക്കോട്ടെ, കറുപ്പ് ചായ അടിച്ചിട്ടാണ് വരുന്നത്, കറുപ്പ് പെയിൻ്റാണ് ചേക്കുന്നത്. വെള്ളം ചേരാത്ത അവസ്ഥയാണെങ്കിലോ ആ മനുഷ്യൻ പള്ളിയിൽ കയറൽ ഹറാമല്ലേ? വലിയ ശുദ്ധിയൊന്നും ഉയർന്നിട്ടില്ല, വുളു ശരിയായിട്ടില്ല, നിസ്കാരം ഹറാമല്ലേ? എന്തായിരിക്കും ആ പള്ളിയിലുള്ള ബാക്കിയുള്ള ബർക്കത്തിൻ്റെ അവസ്ഥ? അതുകൊണ്ട് അത്തരം അവസ്ഥകളിലേക്കൊന്നും പോലും ഗൗരവമുള്ള വിഷയമാണ്. മയ്യത്ത് കുളിപ്പിച്ചാൽ പോലും വെള്ളം ചേരൂല്ലാതെ വന്നാൽ ഇത്തരം പ്രൊഡക്റ്റുകൾ, വെള്ളം ചേരാത്തതാണെങ്കിൽ ആണ് അല്ല എന്നൊക്കെ നമ്മൾ പറയാൻ, ചേരാത്തതാണെങ്കിൽ എത്ര വേദന ഉണ്ടാവും. പിന്നെ അവിടെ എന്താ ചെയ്യുക? അവിടെ തൈമം ചെയ്യണ്ടേ? കുളിപ്പിക്കാതെ നമുക്ക് മയ്യത്തിസ്കരിക്കാൻ പറ്റുമോ? കുളി ശരിയായിട്ടില്ല എന്നറിഞ്ഞ ഒരാളെ കബറടക്കം ചെയ്യപ്പെട്ടു, മയ്യത്തൊക്കെ സ്കരിച്ചു, കുളി ശരിയായിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു കൃത്യമായിട്ട്. എന്നാൽ പിന്നെ മയ്യത്ത് വീണ്ടും മാന്തണ്ടേ? അപ്പോൾ
കെമിക്കൽ ചേർന്ന് അല്ലെങ്കിൽ വെള്ളം ചേരുന്നതിന് തടസ്സമുണ്ടെങ്കിൽ, നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല, ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. വെള്ളം ചേരാതിരുന്നാൽ. ചേരുന്നതാണെങ്കിൽ പോലും കറുപ്പ് പ്രശ്നമാണ്. ഇനി വെള്ളം ചേരുന്നതിന് തടസ്സമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, കറുപ്പല്ലാത്ത ഏത് ചായം, കളർ ഷെയ്ഡ് ഒരു കുഴപ്പമില്ല, നീലയാകാം, ചുമപ്പാകാം, മഞ്ഞയാകാം, ഏത് കളറും ആകാം, കറുപ്പല്ലാത്ത എന്തും ആകാം, അത് വിരോധമില്ല എന്ന് നമുക്ക് കാണാം. അവിടെ മൈലാഞ്ചി പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ നരച്ച താടിരോമങ്ങൾ അല്ലെങ്കിൽ തലയുടെ മുടികളൊക്കെ കാണുമ്പോൾ സ്വഹാബത്തിനോടൊക്കെ ഇതിന് മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കുക എന്നൊക്കെ പറയുന്ന സംസാരങ്ങൾ, അല്ലെങ്കിൽ മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. മൈലാഞ്ചി അത് പ്രത്യേകം സുന്നത്തായി വരുന്നുണ്ട്. ഖബറിൽ പോലും ചോദ്യത്തിന് വരുന്ന മുൻകൻ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകൾ ഇവർ മുസ്ലിമീങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത് പോലും ഈ മൈലാഞ്ചിയുടെ അടയാളം കണ്ടിട്ടാണ് എന്ന് പോലും കിതാബുകളിൽ വളരെ കൃത്യമായി ചർച്ചയുണ്ട്. അപ്പോൾ കൂലി സുന്നത്ത് ആഗ്രഹിച്ചിട്ടാൽ കൂലിയൂടെ കിട്ടും. അപ്പോൾ ഒരാൾ തലയുടെ മുടി അല്ലെങ്കിൽ താടി രോമങ്ങൾ നരച്ചു, അതിൽ മൈലാഞ്ചി തേച്ചു, കളറായി, ചുമന്ന കളറായി അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ഷെയ്ഡായി, തീർച്ചയായും അത് നിലനിൽക്കുന്ന കാലത്തോളം സുന്നത്തിൻ്റെ കൂലി. കിടന്നാലും ഉറങ്ങിയാലും നടന്നാലും ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിൽ പോയാലും എല്ലാം ഈ സുന്നത്തിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുക. കാരണം ആ കളർ അവിടെ ഉണ്ടല്ലോ. അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ മൈലാഞ്ചി തലയിലും താടി രോമങ്ങളിലും തേക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ മൈലാഞ്ചി അതാണ് ഏറ്റവും നല്ലത്. അതിന് കിട്ടുന്ന കളർ മതി. ഓവറായിട്ട് ഈ തീ കത്തുന്ന പോലെ ഓവറായിട്ട് കളർ അങ്ങോട്ട് ചുമന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കെമിക്കൽ, അത് തന്നെ ഹെന്ന പൗഡർ എന്ന് പറയുന്ന കെമിക്കൽ പൗഡർ വാങ്ങിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ കെമിക്കൽ കളറുകൾ ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഏത് ഷെയ്ഡാണെങ്കിലും വെള്ളം ചേരാത്ത ഒരു കോട്ടിങ് വന്നാൽ, അത് വിപണിയിൽ നിന്ന് വാങ്ങുന്ന മൈലാഞ്ചിപ്പൊടിയാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറാകാം, കറുപ്പല്ലാത്ത ആ നിറം നമുക്ക് അനുവദനീയമാണ്. പക്ഷേ ഒരു കോട്ടിങ് അതിൻ്റെ മുകളിൽ വന്നാൽ, വെള്ളം ചേരുന്ന തടസ്സം ഉണ്ടായാൽ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല എന്ന്, വാങ്ങുന്ന ഷോപ്പുകാരൻ പറയും കുഴപ്പമില്ല എന്ന്. കുഴപ്പമുണ്ടായാൽ വരുന്നത് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് കെമിക്കൽ അല്ലെങ്കിൽ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം. അല്ലെങ്കിൽ നാച്ചുറൽ നമ്മൾ അരച്ചുണ്ടാക്കുന്ന ഏറ്റവും മനോഹരമാണ്. അത് വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ നമുക്കത് അത് തയ്യാർ ചെയ്ത് തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ അവർക്കൂടെ കൂലിയല്ലേ, എത്ര മനോഹരമാണ്. അപ്പോൾ അങ്ങനെ നാച്ചുറൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഡൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് കറുപ്പ് അല്ലെങ്കിൽ മറ്റു കളറുകളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയിൽ തന്നെ ഏതു ഭാഗത്ത് നമ്മൾ എന്ത് പുരട്ടിയാലും എന്ത് ആയാലും അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ എഫക്റ്റ് വലിയും. കള്ളു കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, മറ്റു ദുശീലങ്ങളൊന്നുമില്ലാത്ത ഒരാളുടെ കിഡ്നി ഫെയിലായി പോകുന്ന, വലിയ പ്രശ്നമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കാരണം പരിശോധിച്ചപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഡൈയുടെ പ്രശ്നമാണ്. തലയിലാണ് തേക്കുന്നത്, പക്ഷെ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി മാരകമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് വലിയൊരു വിഷയമാണ്. സൗന്ദര്യവർദ്ധ വസ്തുക്കളായിട്ട് പലതും നമ്മൾ തേക്കുന്നില്ലേ. സഹോദരന്മാർ കുറവായിരിക്കും, എങ്കിലും ഉണ്ട്. സഹോദരിമാർ ഇതിന് അഡിക്റ്റാണ്. ഭയങ്കര ഊത്തും പെയ്ത്തും പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉപയോഗിക്കും. അത് ഉപയോഗിച്ചുകൊണ്ടോ ഹലാലായ മാർഗത്തിലല്ല, ഭർത്താവിൻ്റെ മുന്നിൽ ഭംഗിയാകാനല്ല, നാട്ടുകാരെ കാണിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ സെറ്റപ്പ് ആവുക, അതാണ് ഉദ്ദേശം. അത് തന്നെ റോങ്ങാണ്. അല്ലാഹു കാക്കട്ടെ നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അത്ര മനോഹരമായിട്ടാണ് തേച്ചു കൊടുക്കുന്നത്. പോകുന്ന വഴിക്ക് തീരുമ്പോൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഉമ്മുനീര് കൊണ്ട് സാധനം അങ്ങോട്ട് ഇറങ്ങും. റബ്ബേ, എത്ര വലിയ ഭാഗ്യക്കേടാണ് അവർക്കുണ്ടാകുന്നത്. മാരകമായ രോഗങ്ങൾ, മെർക്കുറിയുടെ അതിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് എത്ര പ്രശ്നങ്ങളാണ് ഈ ലിപ്സ്റ്റിക്കിലൊക്കെ വരുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാറിൻ്റെ മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കുക, ഇങ്ങനെ നോക്കിയിട്ട് തേക്കുക. എത്ര കഷ്ടപ്പാടാണ്, ഭയങ്കര പ്രശ്നമാണ്, മാരകമായ പ്രശ്നം ഉണ്ടാവും. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത് നമ്മൾ തിരിച്ചറിയണം. ഒരു കാരണവശാലും ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മൾ മറ്റു ഷെയ്ഡുകൾ കൊടുക്കുമ്പോൾ കെമിക്കലൊക്കെ കയറി വന്നിട്ട് ശരീരത്തിന് ഫിസിക്കലി പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകാൻ പ്രത്യേകം നോക്കണം. അതേപോലെ തന്നെ വെള്ളം ചേരുന്നതിന് തടസ്സം ഉണ്ടാകുന്ന ഏത് കളറും പറ്റില്ല. മൈലാഞ്ചിപ്പൊടി വാങ്ങിയിട്ട് വന്ന് വിപണിയിൽ നിന്ന് വെള്ളം ചേരുന്നതിന് തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമായിട്ട് വരും. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് മനസ്സിലാകില്ല, പലതും നമുക്കറിയാൻ പറ്റില്ല.
ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് സാധാരണ മൈലാഞ്ചി ആകുമ്പോൾ അതിൻ്റെ നമ്മൾ പുരട്ടിയിരിക്കുന്ന മൈലാഞ്ചിയുടെ ആ പിശറ് നമ്മൾ നീക്കിക്കളയും, അതിൻ്റെ മൈലാഞ്ചി നമ്മൾ നീക്കിക്കളയും. പിന്നെ അതിൻ്റെ അതിൻ്റെ കളറാണ് ഉണ്ടാവുക. അത് വിരോധമില്ല, അത് നമുക്ക് ഉറപ്പാണ്. അത് പിന്നെ ഒരുപാട് സയൻറ്റിഫിക്കലായി ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന, ശാരീരികമായി നമ്മുടെ മുടി തഴച്ച് വളരാനും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പല പ്രശ്നങ്ങളും മാറിപ്പോകാൻ, പ്രയാസങ്ങൾ മാറിപ്പോകാനൊക്കെ അതുകൊണ്ട് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നരച്ച മുടി പറിച്ച് കളയൽ കറാഹത്താണെന്നാണ്. നരച്ച മുടി പറിച്ച് നീക്കം ചെയ്യുക. യഥാർത്ഥത്തിൽ നരച്ച മുടി ഒരാൾ പറിച്ചാൽ ആ പരിസരത്തുള്ള ബാക്കിയുള്ള മുടി കൂടെ നരച്ചു പോകുമെന്നാണ്. പറിക്കാൻ നിൽക്കണ്ട. പിന്നെ തെരഞ്ഞു പിടിച്ചിട്ട് വെട്ടുന്ന ഒരു രീതിയുണ്ട്. ഹറാമാണെന്നല്ല, അതൊക്കെ കറാഹത്താണ്. ഒഴിവാക്കലാണ് നല്ലത്. ഇനി ഇസ്ലാം ഒരാളുടെ മുടി കറുപ്പിക്കാം എന്ന് പറയുന്ന അവസരം, ചാൻസ് കൊടുക്കുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, യുദ്ധാവശ്യത്തിന് വേണ്ടി ഇസ്ലാമികമായ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ഇസ്ലാമിൻ്റെ ഭരണാധികാരിയുടെ കീഴിൽ യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുന്ന പട്ടാളക്കാർക്ക് എന്ത് ചെയ്യാം? മുടി കറുപ്പിക്കാം, അനുവദനീയമാണ്. കാരണം മറുഭാഗത്ത് ശത്രുക്കൾക്ക് അത്യാവശ്യം ചെറുപ്പക്കാരാണ്, എല്ലാവരും നല്ല ആരോഗ്യം തൻ്റെ ഉള്ളവരുമാണ്, കിളവന്മാരൊന്നുമില്ല. ഏറ്റുമുട്ടിയ കുഴപ്പമാകുമോ? ഒരു ഭയപ്പാടപ്പുറം വരും ചെറുപ്പക്കാരാണെന്നറിയുമ്പോൾ, വല്ലുക്കാരെന്നറിയുമ്പോൾ. അതുകൊണ്ടാണ് പ്രായമുള്ളവർ നരച്ചാലും യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി, അതും വെള്ളം ചേരുന്ന രസമായി പറ്റൂല. കെമിക്കൽ പ്രശ്നമുള്ളതാണെങ്കിൽ നമുക്ക് ശാരീരികമായി പ്രശ്നം ഉണ്ടാവും. അല്ലാത്ത നിലക്ക് നാച്ചുറലായി യുദ്ധത്തിന് വേണ്ടി, അത് ഏതായിരുന്നാലും ഇന്ത്യയിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ പട്ടാളക്കാരായിട്ട് നമുക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്നൊരു സാഹചര്യം ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അവസരം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമുക്കില്ല. ഏതായിരുന്നാലും അനുവദനീയമാകുന്നൊരു സന്ദർഭം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പഠിക്കുകയാണ് നമ്മൾ. യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക ഗവൺമെൻറ്റിലുള്ള പട്ടാളക്കാർക്ക് അത് ഉപയോഗിക്കാം എന്ന് കാണാം. പിന്നെ കാണുന്നത് ഭർത്താവിൻ്റെ ആഗ്രഹം. ഭർത്താവ് പ്രത്യേകം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാര്യ അവരുടെ മുടിക്ക്, നരബാധിച്ച മുടിക്ക് കറുപ്പ് ചായം, അതായത് വെള്ളം ചേരുന്നതിന് തടസ്സമില്ലാത്ത, മറ്റു പ്രശ്നങ്ങളില്ലാത്ത നാച്ചുറലായി കറുപ്പ് ചായം കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഭർത്താവിൻ്റെ നിർബന്ധം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടം, ഭർത്താവ് ആവശ്യപ്പെട്ടാൽ മാത്രം. ഭർത്താവൊന്നും പറഞ്ഞില്ല അപ്പോൾ പറ്റില്ല. ആണിനും പെണ്ണിനും നരബാധിച്ച മുടിയെ കറുപ്പിക്കൽ ഹറാമാണ്. പിന്നെ ഒരു ഓപ്ഷൻ, ഒരു ചാൻസ് വരുന്നത് സഹോദരിമാർക്ക്, ഭാര്യമാർക്ക്. അവർക്കെന്താ? അവരുടെ മുടി കറുത്ത് തന്നെ നരച്ച് കാണുന്ന ഭർത്താവിന് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് മൈലാഞ്ചി തേക്കാം. അതിൻ്റെ പ്രത്യേക വറക്കത്തും പ്രത്യേക ഗുണങ്ങളൊക്കെ കിട്ടും. കറുപ്പാണ് വേണ്ടത് ഭർത്താവിന്, കറുത്ത് കാണണം, എന്നാൽ കറുപ്പിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ. എന്നാൽ തിരിച്ചിങ്ങട്ടോ ഭാര്യ ആവശ്യപ്പെട്ടു എന്നൊരു ഭർത്താവ്, അതിന് ഇസ്ലാം അനുവാദമില്ല. അങ്ങനെ ഒരു ഭാര്യ ആവശ്യപ്പെടുക തന്നെയില്ല. കാര്യങ്ങൾ ദീനിൻ്റെ മസാലകൾ പഠിച്ചു മനസ്സിലാക്കി ഒരു ഭാര്യ ആവശ്യപ്പെടില്ല. ഭർത്താവിൻ്റെ മുഖം ആഖിറത്തിൽ ആളുകൾ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ കരിക്കട്ട പോലെ കറുത്തിരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വേണ്ട. ചെയ്യുന്നവരാണെങ്കിൽ വേണ്ട എന്നാ പറയുക. നമ്മൾ മൈലാഞ്ചി കേൾക്കും, ഞാൻ അരച്ചുതരാന്നൊക്കെ പറയും. നല്ല സ്നേഹമുള്ള, ഇഷ്ടമുള്ള, സ്വർഗത്തിൽ ഭർത്താവിനെ കൂടെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭാര്യമാർ അങ്ങനെ പറയുക. പിന്നെ കറുപ്പിക്കാൻ വേണ്ടി പറയുന്ന അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരം അബദ്ധങ്ങളിൽ ഭർത്താക്കന്മാർ പെട്ടുപോയാൽ അവരെ പതുക്കെ ഒറ്റയടിക്ക് ഫയർ ചെയ്യരുത്. പതുക്കെ ഉപദേശിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഗൗരവമുള്ള ഒരു വിഷയം, ഒരു മസാല നമ്മൾ പഠിച്ചു. യഥാർത്ഥത്തിൽ ഈ പ്രായം അറിയണമെങ്കിൽ ഉംറക്ക് പോകണം. ഭയങ്കര രസകരമാണ്. ഉംറക്ക് പോയാൽ പ്രായം അറിയും. ഉംറക്ക് പോയിട്ട് ആദ്യം കഅബയുടെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ, അല്ലേ, എന്ത് ബഹുമാനം നോക്കി. കഅബയിലേക്ക് നോക്കി നിൽക്കുക എന്ന് പറയുന്ന ആ പുണ്യം, അതിൻ്റെ മത്താഫിൽ നിന്നിട്ട് ദുആ ചെയ്യാന്നുള്ള പുണ്യം, അവിടെയും ഒരു ടൂർ, ഒരു മെത്തേഡ്. അവിടെ നിന്നിട്ട് ഇങ്ങനെ കഅബ ബാക്കിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ സെൽഫി എടുക്കുക. ആദ്യത്തെ സെൽഫിയിലേക്ക് നല്ല കുട്ടപ്പനായിരിക്കും, നല്ല പുതിയാപ്പിളയാണ്. ഒരു ഉംറയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ കളഞ്ഞ് പിന്നെ അടുത്ത സെൽഫിയിലേക്ക് വരുമ്പോൾ, പിന്നെ സെൽഫി അധികം ആരും വിടാറില്ല. സെൽഫിയിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയായിട്ടുണ്ടാവും? അത്യാവശ്യം താടി മുടിയൊക്കെ നരച്ചു പൊങ്ങിയിട്ടുണ്ടാവും. പിന്നെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ആളുകൾ കാണുന്ന രീതിയിൽ ആളുകളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും പഴയ പുതിയാപ്പിളയായിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ ക്യാഷ് കൊണ്ടുപോയി കളയുന്നത്? അത്തരം ഒരു തിന്മയിലേക്കും നമ്മൾ മടങ്ങൂല്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഉംറ ഹജ്ജും സ്വീകാര്യമാകുന്നത്. റിട്ടേൺ വന്നിട്ട് വീണ്ടും ഹജ്ജ് ഉംറ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കറുപ്പിലേക്ക് പോകുന്ന ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ
മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളോട് വളരെ ബഹുമാനത്തോടെ പറയാൻ, ഒരിക്കലും അതിലേക്ക് റിട്ടേൺ മടങ്ങാൻ പാടില്ല. നമ്മുടെ അമലുകൾ തകർന്നു പോകും. ആഖിറത്തിൽ ഏറ്റവും വൃത്തികെട്ട കരിക്കട്ടയുടെ മോന്തക്കാരായി നമ്മൾ മാറും. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله